വളരെ ടേസ്റ്റി ആയിട്ടുള്ള അറബ് നാടുകളിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള കിഫായ കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഹാഫ് kg റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഓവൻ ഇല്ലാതെ നമ്മൾ മിക്സിയുടെ ജാറിൽ ബാറ്റർ റെഡിയാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഒരു ക്ലീൻ ആയിട്ടുള്ള മിക്സിയുടെ ജാർ എടുക്കാം. അതിനകത്തേക്ക് ഒരു 1/3 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര ഇപ്പം നന്നായി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മീഡിയം സൈസിലുള്ള മുട്ടയാണ് എടുത്തിട്ടുള്ളത്. വലിയ മുട്ട നമുക്ക് ആവശ്യമില്ല. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ എഗ്ഗ് ഇവിടെ നന്നായി ബ്ലെൻഡ് ആക്കിയിട്ടുണ്ട്. അതിനകത്തേക്ക് 1/4 കപ്പ് ഓയിൽ കൂടെ ചേർത്ത് നന്നായി ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിനകത്തേക്ക് ഒഴിച്ചിട്ട് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ആദ്യം ഒന്ന് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു വട്ടം ഒന്ന് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ അരിച്ചെടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ബാറ്ററിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും കട്ട കെട്ടാതെ വേണം നമ്മളിത് മിക്സാക്കി എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇത് ബീറ്റർ ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത്. ബീറ്റർ ഉള്ളവരാണെങ്കിൽ ബീറ്റർ വെച്ച് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാലോ വെള്ളമോ ചേർത്ത് കൊടുക്കാം. പാല് ചേർത്തതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നമുക്ക് പാല് കയ്യിലില്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താലും മതി. സാധാരണ വെള്ളമാണ്. ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കിഫായയുടെ കേക്ക് ആയതുകൊണ്ട് തന്നെ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട്. 1/4 കപ്പ് പൊടിച്ചെടുത്തിട്ടുള്ള പിസ്തയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. കിഫായ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പിസ്ത എന്നാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാനിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 6 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് 7 ഇഞ്ചിൻ്റെ പാൻ എടുത്താൽ 2 ലെയറായിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ ഫ്ലാറ്റ് ആയിട്ടുള്ള കേക്കായിരിക്കും കിട്ടുന്നതെന്നേ ഉള്ളൂ. ഇനി നമ്മളിതൊരു കുക്കർ ഇവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഈ കുക്കറിനകത്ത് വെച്ചാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടാണ് നമ്മളിതിവിടെ ചൂടാക്കി എടുത്തിട്ടുള്ളത്. ഒരു 10 മിനിറ്റ് സമയം ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം അതിൻ്റെ വിസിലും അതുപോലെ തന്നെ വാഷറും ഒക്കെ ഊരി മാറ്റിയതിന് ശേഷമാണ് അടച്ചു വെച്ച് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. 30 മിനിറ്റാണ്. 25 മുതൽ 30 മിനിറ്റിൻ്റെ ഉള്ളിൽ കേക്ക് ബേക്കായിട്ട് വരും. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള കേക്കാണിത്. ഇത് സൈഡൊക്കെ ഒന്ന് വിടർത്തി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഈ ബേക്കിംഗ് ടിന്നൊന്ന് മാറ്റാം. ബേക്കിംഗ് ടിൻ ഇല്ലാത്തവരും ഇതുപോലത്തെ സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുന്നതുകൊണ്ട് കേക്കിന് വലിയ വ്യത്യാസമൊന്നും വരില്ല ബേക്കായിട്ട് വരുമ്പോൾ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള കേക്കാണ്. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വരണം. എന്നിട്ടാണ് നമ്മൾ ഐസിങ് ചെയ്യുന്നത്. അപ്പോൾ അത് തണുക്കാനായിട്ട് വെക്കാം. നമുക്കിത് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് ഇതിന് കുറച്ച് ഗനാഷ് ആവശ്യമുണ്ട്. പിസ്തയുടെ ഫ്ലേവറുള്ള ചോക്ലേറ്റോ അത് അവൈലബിൾ ആയിട്ടുള്ളവർ അത് എടുക്കാം. അതല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് വാങ്ങിക്കാൻ കിട്ടും, വൈറ്റ് കോമ്പൗണ്ട്. അത് യൂസ് ചെയ്താലും മതി. വൈറ്റ് കോമ്പൗണ്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ പിസ്ത ഇലാച്ചി മിക്സ് നമുക്ക് എല്ലാ ഷോപ്പിലും വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ്. നമ്മൾ വെള്ളം കലക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ട് 1-2 ഡ്രോപ്പ് അതിനകത്തേക്ക് ഉറ്റിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പം പിസ്തയുടെ ചോക്ലേറ്റ് ഉള്ളതുകൊണ്ട് അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വിപ്പിംഗ് ക്രീമിന് പകരമായിട്ട് നിങ്ങൾക്ക് ഫ്രഷ് ക്രീം എടുത്താലും മതി. ഇത് ചേർത്ത് നന്നായി ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത്
ഗനാഷ് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇനി നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് വെക്കാം. നമ്മൾ ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോക്ലേറ്റ് മുഴുവനായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ചൂട് തണയാനായിട്ട് മാറ്റി വെക്കണം. ചൂട് തണഞ്ഞതിന് ശേഷമാണ് നമ്മൾ കേക്കിൽ അപ്ലൈ ചെയ്യുന്നത്. ഇനി ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നന്നായി തണുത്തിട്ടുള്ള ഫ്ലൂയിഡായിട്ടുള്ള കൺസിസ്റ്റൻസി ഉള്ള ക്രീമാണ്. അത് നന്നായി ബീറ്റാക്കി എടുക്കാം. ഇനി അതുകൂടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് കൊടുക്കുന്നത് മാങ്ങയും സ്ട്രോബെറിയാണ്. അപ്പോൾ നമ്മൾ സ്ട്രോബെറി ഇല്ലാത്തതുകൊണ്ട് സ്ട്രോബെറിയുടെ ക്രഷാണ് യൂസ് ചെയ്യുന്നത്. മാങ്ങ നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഞാൻ 1/4 കപ്പ് മാങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം കൂടെ ചേർത്ത് നന്നായി ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പേസ്റ്റിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് നമ്മൾ നേരത്തെ വിപ്പാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമിൽ നിന്ന് കുറച്ച് ചേർത്തിട്ട് അതിനെ ഒരു തിക്കായിട്ടുള്ള പേസ്റ്റാക്കി മാറ്റാം. മാംഗോ മ്യൂസ് പോലെ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതാണ് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് നനച്ചെടുക്കാനായിട്ട് ഒന്നുകിൽ നമ്മൾ പൈനാപ്പിൾ ജ്യൂസോ അതല്ലെങ്കിൽ ഷുഗർ സിറപ്പോ ആണ് എടുക്കുന്നത്. നമ്മളിപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് കഴിച്ച് തീർക്കുന്ന നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്ന കേക്കാണെങ്കിൽ നമുക്ക് പൈനാപ്പിൾ ജ്യൂസ് വെച്ചിട്ട് ചെയ്യാം വെറ്റ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ ഷുഗർ സിറപ്പ് തന്നെ എടുക്കുക. ഷുഗർ സിറപ്പിനകത്ത് 1-2 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ് ചേർത്തിട്ട് ആ ഒരു ഷുഗർ സിറപ്പ് വെച്ചിട്ട് വേണം കേക്ക് നനച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ നന്നായി തണുത്ത് വന്നിട്ടുള്ള കേക്കിനെ ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്യാണ്. ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് വരുന്നത് നമ്മുടെ സ്പഞ്ചിൻ്റെ മാത്രം വെയിറ്റ് വരുന്നത് 280 ഗ്രാം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2 ലെയർ മതി എന്നുണ്ടെങ്കിൽ ഇത് വെയിറ്റ് മൊത്തത്തിൽ നമ്മൾ അവസാനം വരുമ്പോൾ ഇത് ഒരു 650 ഗ്രാമിൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് 500 ഗ്രാം മതി എന്നുള്ളവർ 2 ലെയറായിട്ട് കട്ട് ചെയ്ത് മുകളിലത്തെ പൊങ്ങി നിൽക്കുന്ന ഭാഗം അങ്ങ് ഒഴിവാക്കിയാൽ മതി. ഫ്രോസ്റ്റിങ്ങിന് എടുക്കാതെ നമുക്കത് ഒഴിവാക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ സിറപ്പ് വെച്ച് നനച്ച് കൊടുക്കാം. ഞാനിപ്പോൾ പൈനാപ്പിളിൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇന്നുണ്ടാക്കിയിട്ട് നാളെ സെയിൽ ചെയ്യാനുള്ള കേക്കാണെങ്കിൽ ഷുഗർ സിറപ്പിനകത്ത് പൈനാപ്പിൾ എസൻസ് ചേർത്തിട്ട് നനച്ചെടുത്താൽ മതി. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള പിസ്ത ഗനാഷ് 1 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കാം. 2 സ്പൂണ് ചേർത്ത് കൊടുക്കാം. അതിന് മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മാങ്ങയുടെ പ്യൂരിയും അതുപോലെ വിപ്പിംഗ് ക്രീമും ചേർന്നിട്ടുള്ള ആ മിക്സ് വെച്ച് നന്നായി ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇത് ഫ്ലാറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് പിസ്തയുടെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിസ്തയുടെ ചോക്ലേറ്റ് ഇല്ലാത്തവർ വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്താലും മതി. ഇനി നമ്മൾ കുറച്ച് പിസ്ത തന്നെ പൊടിച്ചെടുത്തതാണിത്. അതുകൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ലെയർ വെച്ച് കൊടുക്കാം നമുക്ക്. അടുത്ത ലെയറിൽ നമ്മൾ ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നത് അത് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് മാങ്ങയല്ല, ക്രഷാണ്. സ്ട്രോബെറിയുടെ ക്രഷ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇതിൻ്റെ സ്പഞ്ചും നന്നായി നനച്ചെടുക്കാം. അതിന് മുകളിലായിട്ട് ഗനാഷ് ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് നനച്ച് കൊടുക്കാം. ഇനി സാധാരണ നോർമൽ ക്രീം വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ സീസണലായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സാണ് മാങ്ങയും സ്ട്രോബെറിയും ഒക്കെ. അപ്പം സ്ട്രോബെറി ഒന്നും നമുക്ക് എല്ലാ കാലത്തും കിട്ടില്ല. അതുകൊണ്ട് തന്നെ മാങ്ങ ഉള്ള സീസൺ ആണെങ്കിൽ മാങ്ങ യൂസ് ചെയ്യാം. അതല്ലാത്ത സമയത്താണെങ്കിൽ മാങ്ങയുടെ ക്രഷും സ്ട്രോബെറിയുടെ ക്രഷും യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് സ്ട്രോബെറിയുടെ ക്രഷ് ചേർത്ത് ഒന്ന് ഫ്ലാറ്റ് ചെയ്ത് കൊടുക്കാം. സ്ട്രോബെറിയുടെ ക്രഷ് ഞാൻ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നേരത്തെ പോലെ തന്നെ കുറച്ച് പിസ്താച്ചിയോസ് പൊടിച്ചെടുത്തതും അതുപോലെ തന്നെ കുറച്ച് പിസ്തയുടെ ചോക്ലേറ്റ്, പിസ്തയുടെ കോമ്പൗണ്ടാണ്, അത് ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് കൊടുക്കുക. ഇതില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈറ്റ് കോമ്പൗണ്ട് വെച്ച് കൊടുത്താൽ മതി. ഇനി മുകളിൽ 3ാമത്തെ ലെയർ കൂടെ വെച്ചിട്ട് അതും നനച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഗനാഷ് അതിൻ്റെ മുകളിലും 1 സ്പൂണ് 2 സ്പൂണോ ഒഴിച്ചു കൊടുക്കണം.
ഇനി ഇതൊന്ന് ക്രം കോട്ടിംഗ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് ഇത് കഴിക്കാനായിട്ട്. മൊത്തത്തിൽ 4 ഫ്ലേവർ വരുന്നുണ്ട് ഇതിനകത്ത്. പിസ്തയും സ്ട്രോബെറിയും മാങ്ങയും അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെയും കൂടെ ഫ്ലേവർ, 4 ഫ്ലേവർ വരുന്നുണ്ട് ഇതിനകത്ത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അതുപോലെ തന്നെ നമ്മളിത് സെയിൽ ചെയ്യുകയാണെങ്കിൽ 1 kgക്ക് നമ്മൾ 1400 രൂപയ്ക്കാണ് ഇത് പുറത്ത് കൊടുക്കുന്നത്. ഹാഫ് kg വരുമ്പം 750 to 800 കൊടുക്കാം നമുക്ക്. ക്രം കോട്ട് ചെയ്തെടുത്ത കേക്ക് ഇനി നന്നായി ഒന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. ഈ പുറമെ കൊടുക്കുന്ന ക്രീമിൽ നമുക്ക് വേണമെങ്കിൽ പിസ്തയുടെ നമ്മൾ വെള്ളം കലക്കാൻ ഉപയോഗിക്കുന്ന പിസ്ത ഇലാച്ചി മിക്സ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കളറൊന്ന് മാറ്റിയിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ പ്ലെയിൻ ആയിട്ട് വൈറ്റ് കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഗണാഷ് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് മറ്റേതിനകത്ത് പിസ്തയുടെ ഫ്ലേവർ കൊടുക്കാതിരുന്നത്. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നന്നായി തണുത്ത് വന്നിട്ടുള്ള ഗണാഷ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തട്ടി കൊടുത്താൽ മതി, അപ്പോൾ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡായിട്ട് വന്നോളൂ. അപ്പോൾ നമ്മുടെ ഗണാഷൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗണാഷ് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് ഫ്രീസറിൽ വെക്കണം, എന്നാലേ അത് നന്നായി സെറ്റായിട്ട് വരികയുള്ളൂ. ഇനി ഞാൻ ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗാർണിഷസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. പൊതുവേ ചോക്ലേറ്റും ഫ്രൂട്ട്സും വെച്ചിട്ടാണ് ഇതിൻ്റെ ഗാർണിഷിങ് ചെയ്യുന്നത്. ഒരു മാങ്ങയുടെ പീസ് കട്ട് ചെയ്തത് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ സ്ട്രോബെറി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ റെഡ് കളറിൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയാണ് വെച്ചിട്ടുള്ളത്. സ്റ്റെമ്മുള്ള ചെറി ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും വെച്ച് കഴിഞ്ഞാൽ കാണാനായിട്ട്. അപ്പം എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ സാധാ ചെറി തന്നെയാണ് വെക്കുന്നത്. ഇനി കുറച്ച് ചോക്ലേറ്റും വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ഡെക്കറേഷനൊക്കെ മാറ്റിയെടുക്കാം. ഇത് നോർമൽ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റാക്കിയിട്ട് മോഡിൽ ഒഴിച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ഡാർക്ക് ഗണാഷ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് ഒരു ചെറിയ ബോർഡർ കൂടെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി ബാക്കി വന്നിട്ടുള്ള 2 പീസ് ചോക്ലേറ്റ് ഡെക്കറേഷൻ ഉണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ, ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ. അപ്പം വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് കാണിച്ചിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.